കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഉറക്കം കിട്ടുന്നില്ല. കാരണം എൻ്റെ സെയിൽസ് ടാർഗറ്റ് റീച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും കിടക്കുമ്പോൾ ആ ടാർഗറ്റ് റീച്ച് ആയിട്ടില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം ഭയങ്കര ഒരു ടെൻഷനോട് കൂടിയാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ നമുക്ക് ഈ സെയിൽസ് ടാർഗറ്റ് എന്നുള്ള ഒരു സംഭവം പിറ്റേ ദിവസം അച്ചീവ് ചെയ്യാം. പക്ഷെ അത് ഓർത്തിട്ട് നമ്മളുടെ ഒരു ദിവസത്തെ ഉറക്കമാണ് നമുക്കവിടെ നഷ്ടപ്പെടുന്നത്. വളരെ നല്ല ലൈഫ് സ്റ്റൈലോടുകൂടി നല്ല ചിട്ടയായിട്ടുള്ള ആഹാര രീതിയുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഈ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വന്നു. എസ്പെഷ്യലി ആൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വന്നത്. അപ്പോൾ അതിൻ്റെ മൂല കാരണം ഈ ഉറക്കമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ എനിക്ക് കൊതിയാണ്, അപ്പോൾ എല്ലാം ഞാൻ മറക്കും. പക്ഷേ കിടന്നുറങ്ങിക്കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 2 മണി 3 മണി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഞെട്ടി ഉണരും. എന്നിട്ട് പിന്നെ എനിക്ക് ഉറക്കം വരില്ല. കാരണം നാളത്തെ കാര്യം ഓർത്തിട്ട് ഭയങ്കരമായ ടെൻഷനും വ്യാകുലതകളും ഒക്കെയാണ്. കാരണം എനിക്ക് നാളെ ഈ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജോലിയുടെ സ്ഥിതി എന്താവും, എൻ്റെ കുട്ടികളുടെ ഭാവി എന്താവും, അവരുടെ വിദ്യാഭ്യാസം ഞാൻ എങ്ങനെ നോക്കും. അങ്ങനെ 100 ടെൻഷൻസ് അദ്ദേഹത്തിനെ അലട്ടി. അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെയും ഉറക്കം ഇതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ഒരു സൈഡിലൂടെ അതും ക്ഷയിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, രാവിലെ ചെയ്യുന്ന ആദ്യത്തെ കർമ്മം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ട ഒരു കർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി ഒന്ന് നടക്കാൻ പോവുക. പ്രകൃതിയുമായിട്ട് നമ്മളൊന്ന് ലയിച്ച് അതിലൂടെ നമ്മൾ കുറച്ച് നടന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തൊട്ടടുത്ത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തതില്ലെങ്കിൽ വേറൊരു സ്ഥലം വരെ നിങ്ങൾക്ക് അതൊരു അമ്പലമാവാം, അല്ലെങ്കിൽ ഒരു പള്ളിയാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം വരെ ട്രാവൽ ചെയ്ത് അവിടെ വരെ നിങ്ങൾ കാർ ഓടിച്ച് പോവുകയോ അല്ലെങ്കിൽ നടന്നു പോവുകയോ ചെയ്തിട്ട് അവിടെ ആ പ്രകൃതിയുമായിട്ടൊന്ന് ഇത് ചെയ്ത് തിരിച്ചു വരിക. ഇത് നിങ്ങളെ ഭയങ്കര ഉന്മേഷമുള്ള ഒരു ദിവസമാക്കി മാറ്റും. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, തലേ ദിവസം രാത്രി ഇപ്പം എല്ലാ ദിവസവും ഞാൻ ആഗ്രഹിച്ച് കിടക്കുന്നത് ആ സ്ഥലം വരെ പോകാനാണ്. അതായത് രാവിലെ എണീക്കുമ്പോൾ, അതായത് കിടന്നുറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൊതി എന്താണെന്ന് വെച്ചാൽ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം വരെ രാവിലെ കുറച്ച് നടക്കാൻ പോകുന്നതും അവിടെ അദ്ദേഹം കാണുന്ന കുറച്ച് കൂട്ടുകാരും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജോലിയെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം വരെ പോകുമ്പോഴുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ചിന്ത, നമ്മളുടെ ഉള്ളിലുള്ള ചിന്തയെ നമ്മൾ വേറൊരു നല്ല ചിന്തയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂടും. അത് കൂടാതെ മനസ്സിൻ്റെ ഉന്മേഷവും കൂടും. നാളത്തേക്ക് വേണ്ടി നമുക്ക് ഉണരാനായിട്ടൊരു പ്രചോദനവുമാവും. അപ്പം നിങ്ങളെല്ലാവരും ഈ ടെക്നിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഫോളോ ചെയ്യുക.